ഹായ്, വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു ഒന്നൊന്നര അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. എല്ലാവർക്കും നമ്മുടെ സ്റ്റാറ്റസ് അടിപൊളിയായിട്ട് വെക്കാൻ ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് സാധിക്കുന്നതാണ്. എന്താണ് ഈ വീഡിയോ എന്ന് പറയുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ലൈക്ക് ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്മൾ എല്ലാവരും നിരന്തരം സ്റ്റാറ്റസ് വെക്കുന്ന ആളുകളാണ് അല്ലേ? അങ്ങനെ സ്റ്റാറ്റസ് വെക്കുന്ന നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? നേരെ പ്ലേ സ്റ്റോറിലേക്ക് ഒന്ന് പോവുക. പ്ലേ സ്റ്റോറിൽ ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ സെർച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വാട്സപ്പ് കാണാം. വാട്സപ്പിൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നേരെ അപ്ഡേറ്റ് എന്ന് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരന്തരം വരുന്ന അപ്ഡേറ്റുകൾ നമുക്ക് ഓൺ ദി സ്പോട്ടിൽ നമുക്ക് വാട്സപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ വാട്സപ്പ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് നേരെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്ന ഭാഗത്തേക്ക് വരാൻ വേണ്ടി നമ്മൾ അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്തു. അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ കാണാം നമ്മൾ വെക്കുന്ന സ്റ്റാറ്റസുകൾ ഇവിടെ കാണാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു കാര്യമാണ് ഞാൻ ഇവിടെ സ്റ്റാറ്റസ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കൂ, ഇൻസ്റ്റാഗ്രാമിലുള്ള സ്റ്റാറ്റസ് ഞാൻ വെച്ച സമയത്ത് അതിന്റെ കറക്റ്റ് ലിങ്ക് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ പലരും എന്ത് ചെയ്യില്ല, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ അവർക്ക് പലർക്കും മടിയാണ്. ചിലർക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച വീഡിയോ പലരും കാണാതെ പോകും. പക്ഷെ അതിന് പകരം ഒരു അടിപൊളി ഒരു ഓപ്ഷൻ ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എന്റെ ഒരു വീഡിയോ തന്നെ ഞാൻ ഇത് കാണിക്കുകയാണ്. ഞാൻ എന്റെ ഒരു വീഡിയോ ഇതാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ താഴെ കാണുന്ന ആ ഒരു ഏരോ മാർക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ കോപ്പി ചെയ്യാൻ പറ്റും. അത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ വാട്സപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. വാട്സപ്പിൽ പോയിട്ട് ആ അപ്ഡേറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിലായിട്ട് ഒരു പെൻ ഐക്കൺ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ലേ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ സ്ക്രീനിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ ലിങ്ക് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലിങ്ക് ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ജസ്റ്റ് അത് സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാൻ കണ്ടില്ലേ, പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ ഒരു വീഡിയോ നമ്മൾ ഇട്ടതുപോലെ തന്നെ നമുക്ക് ഇനി മുതൽ വാട്സപ്പിൽ കാണാൻ പറ്റും. അപ്പൊ എല്ലാവരും നമ്മളെ വാട്സപ്പ് ഇനി മുതൽ നമ്മൾ ഇടുന്ന സ്റ്റാറ്റസ് നിർബന്ധമായിട്ടും കണ്ടുകൊള്ളും. എല്ലാവരും മനസ്സിലാക്കും.